നാസയുടെ ബഹിരാകാശ സഞ്ചാരികളെല്ലാവരും പുരുഷന്മാരായിരുന്ന കാലം. അവരുടെ ജീവിത പങ്കാളികളായ സ്ത്രീകൾ സാഹസികരായ ഭർത്താക്കന്മാരെ ഓർത്ത് അല്പം ആശങ്കയുള്ളവരായിരുന്നു. ജാനറ്റ് ആംസ്ട്രോങ്ങും ആ കാര്യത്തിൽ വ്യത്യസ്തയല്ല. ആംസ്ട്രോങ് ഓരോ യാത്രയ്ക്കൊരുങ്ങുമ്പോഴും അതിന്റെ പരിസമാപ്തി എന്തായിരിക്കുമെന്നതിനെക്കുറിച്ച് അവർക്ക് ആകാംക്ഷ തോന്നും. അതവരുടെ ഉള്ളിൽ മാത്രമാണ്. അക്കാര്യമൊന്നും തുറന്നു പ്രകടിപ്പിക്കുന്ന സ്വഭാവം ജാനറ്റിനില്ല. തന്റെ ആകാംക്ഷയോ ഭയമോ കുട്ടികളെ ബാധിക്കരുതെന്ന നിർബന്ധവും അവർക്കുണ്ട്. എങ്കിലും ചന്ദ്രനിലേക്ക് ഇറങ്ങാൻ തയ്യാറെടുക്കുന്ന ആംസ്ട്രോങ്ങിനോട് ഇത്തവണ ജാനറ്റ് തന്റെ ആശങ്കകൾ തുറന്നു പറഞ്ഞു. മാത്രമല്ല, കുട്ടികളോട് ഈ യാത്രയെക്കുറിച്ച് ആംസ്ട്രോങ് തന്നെ വിശദീകരിക്കണമെന്നും അവരാവശ്യപ്പെട്ടു. ആംസ്ട്രോങ്ങിന്റെ മക്കളായ മാർക്കിന് 6 വയസ്സും റിക്കിന് 12 വയസ്സുമാണ് അപ്പോൾ പ്രായം. ആംസ്ട്രോങ് കുട്ടികളെ രണ്ടുപേരെയും വിളിച്ചിരുത്തി അപ്പോളോ 11 പുതിയ ദൗത്യത്തെക്കുറിച്ച് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വിശദമായി പറഞ്ഞുകൊടുത്തു. അതൊരു സാധാരണ സംഭവമാണെന്ന മട്ടിലാണ് വിശദീകരണം. കുട്ടികൾക്ക് പ്രത്യേകിച്ച് ആശങ്കകളൊന്നും തോന്നിയില്ല. പിന്നീടെല്ലാം പതിവ് പോലെയായിരിക്കാൻ ജാനറ്റ് ശ്രദ്ധിച്ചു. ആ ദിവസങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉള്ളതായി അവരുടെ കുട്ടികൾക്ക് തോന്നിയതേയില്ല. 1968 ഡിസംബർ 23 നാസയുടെ ബഹിരാകാശ നിലയത്തിലെ സീനിയർ മാനേജർ ഡീക് സ്ലെയ്റ്റൻ ആംസ്ട്രോങ്ങിനോട് അപ്പോളോ 11 കമാൻഡറാകാൻ സന്നദ്ധനാണോ എന്ന് അന്വേഷിച്ചു. നേരത്തെ അപ്പോളോ 8 ബാക്കപ്പ് കമാൻഡർ എന്ന നിലയിൽ ആംസ്ട്രോങ്ങിന്റെ മികച്ച പ്രകടനം വിലയിരുത്തിക്കൊണ്ടാണ് അദ്ദേഹത്തെ ഈ സുപ്രധാന ചുമതല ഏൽപ്പിക്കാൻ ഒരുങ്ങുന്നത്. അക്കാര്യം സ്ലെയ്റ്റൻ വ്യക്തമാക്കി. ആ നിർണായകമായ ദൗത്യം ഏറ്റെടുക്കുന്നതിനെക്കുറിച്ച് ആംസ്ട്രോങ്ങിന് രണ്ടാമതൊന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല. അദ്ദേഹം അത് ഏറ്റെടുത്തു. അപ്പോളോ 11 ക്രൂ അംഗങ്ങളായി ആംസ്ട്രോങ്ങിനെ കൂടാതെ ലൂണാർ മൊഡ്യൂൾ പൈലറ്റായി ബസ് ആൽഡ്രിനെയും കമാൻഡ് മൊഡ്യൂൾ പൈലറ്റായി മൈക്കിൾ കോളിൻസിനെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. ആംസ്ട്രോങ്ങിന് വേണമെങ്കിൽ ആൽഡ്രിന് പകരം ജിം ലോവലിനെ തിരഞ്ഞെടുക്കാമെന്നും സ്ലെയ്റ്റൻ പറഞ്ഞു. ഇക്കാര്യം ആലോചിക്കാൻ തനിക്കൊരു ദിവസത്തെ സമയം വേണമെന്ന് ആംസ്ട്രോങ് ആവശ്യപ്പെട്ടു. തന്റെ ക്രൂ അംഗമായി ആൽഡ്രിൻ തന്നെ മതിയെന്ന മറുപടിയുമായാണ് പിറ്റേ ദിവസം ആംസ്ട്രോങ് എത്തിയത്. ബഹിരാകാശ സഞ്ചാരി എന്ന നിലയിൽ ലോവൽ തനിക്കൊപ്പം സീനിയറാണ്. അദ്ദേഹം ജെമിനി 12 കമാൻഡറായിരുന്നു. തന്റെ പ്രോജക്റ്റിലെ മൂന്നാമനെന്ന നിലയിൽ ലോവലിനെ ഒപ്പം കൂട്ടുന്നത് ശരിയല്ലെന്നാണ് ആംസ്ട്രോങ്ങിന്റെ അഭിപ്രായം. പകരം ജിം ലോവൽ അപ്പോളോ 11 ബാക്കപ്പ് ക്രൂ കമാൻഡറായി തിരഞ്ഞെടുക്കപ്പെട്ടു. ബാക്കപ്പ് ക്രൂവിലെ മറ്റംഗങ്ങൾ വില്യം ആൻഡേഴ്സ്, ഫ്രെഡ് ഹെസ് എന്നിവരാണ്. മുഴുവൻ ക്രൂ അംഗങ്ങളെയും തെരഞ്ഞെടുത്തുകൊണ്ടുള്ള വിജ്ഞാപനം 1969 ജനുവരി 9 പുറത്തിറങ്ങി. പിന്നീട് നാസയിലെ മുതിർന്ന അംഗങ്ങൾ നടത്തിയ സ്വകാര്യ യോഗത്തിലാണ് ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങേണ്ടയാൾ നീൽ ആംസ്ട്രോങ് ആണെന്ന കാര്യം ഔപചാരികമായി തീരുമാനിക്കപ്പെട്ടത്. ഞാനെന്ന ഭാവം അധികമില്ലാത്ത വ്യക്തി, അതാണവർ ആംസ്ട്രോങ്ങിൽ കണ്ടെത്തിയ ഏറ്റവും വലിയ യോഗ്യത. ആംസ്ട്രോങ്ങിന്റെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യവും ടെസ്റ്റ് പൈലറ്റ് എന്ന നിലയിലുള്ള പ്രാഗൽഭ്യവും പ്രതിസന്ധികളെ ഒരു കുലുക്കവുമില്ലാതെ നേരിടാനുള്ള ധൈര്യവുമെല്ലാം ആ തെരഞ്ഞെടുപ്പിന് പിന്നിലുണ്ട്. 1969 ഏപ്രിൽ 11 നാസ ഒരു പത്രസമ്മേളനത്തിലൂടെ
നടക്കാൻ പോകുന്ന ചാന്ദ്രദൗത്യത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടു. നീൽ ആംസ്ട്രോങ് ഉൾപ്പെടെയുള്ള സഞ്ചാരികളുടെയും ബാക്കപ്പ് ക്രൂ അംഗങ്ങളുടെയും പേരും വെളിപ്പെടുത്തി. ആംസ്ട്രോങ് ആയിരിക്കും ചന്ദ്രനിൽ ആദ്യം ഇറങ്ങാൻ പോകുന്നതെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. ബഹിരാകാശ പേടകത്തിലെ കമാൻഡറുടെയും പൈലറ്റുമാരുടെയും സീറ്റിംഗ് പൊസിഷൻ അനുസരിച്ച് ആദ്യം പുറത്തിറങ്ങാൻ എളുപ്പം ആംസ്ട്രോങ്ങിനാണെന്നാണ് സ്ലേറ്റൻ അവിടെ വിശദീകരിച്ചത്. പ്രോട്ടോകോൾ അനുസരിച്ചും 3 അംഗ ക്രൂവിൽ നിന്ന് കമാൻഡറാണ് ആദ്യം ഇറങ്ങേണ്ടതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാസങ്ങളായി ആംസ്ട്രോങ്ങും അദ്ദേഹത്തിന്റെ ക്രൂ അംഗങ്ങളും ചന്ദ്രനിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. ശാരീരിക ക്ഷമതയും മനോബലവും വർദ്ധിപ്പിക്കാനുള്ള പരിശീലനങ്ങൾ, ക്ലാസ് മുറി കേന്ദ്രീകരിച്ചുള്ള പഠനങ്ങൾ എല്ലാം മുറ പോലെ നടക്കുന്നു. അവർക്ക് പരിശീലനത്തിനായി പ്രത്യേക വിമാനങ്ങൾ നാസ നിർമ്മിച്ചിട്ടുണ്ട്. ചന്ദ്രനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പഠനത്തിനാവശ്യമായ സാധനങ്ങൾ ശേഖരിക്കുന്നത് മുതൽ ചന്ദ്രന്റെ ചിത്രങ്ങൾ പകർത്തുന്നതുവരെ. ഒന്നും മറന്നുപോകാതെ എല്ലാ കാര്യങ്ങളും ചെയ്തു പൂർത്തിയാക്കാൻ വേണ്ടി പ്രത്യേകം ചിട്ടകളുണ്ടാക്കി. ചന്ദ്രന്റെ ഉപരിതലത്തിന് സമാനമായ പ്രദേശങ്ങൾ കണ്ടെത്തി അവിടെ നിന്ന് സാമ്പിൾ ശേഖരണം നടത്തി പരിശീലിക്കണമെന്നാണ് അവരുടെ താൽപ്പര്യം. എന്നാൽ ചന്ദ്രന്റെ ഉപരിതലം എങ്ങനെയായിരിക്കുമെന്നവർക്ക് കണ്ടു പരിചയമില്ല. തൽക്കാലം ഊഹിക്കാനേ നിവർത്തിയുള്ളൂ. ഏതായാലും സാമ്പിൾ ശേഖരണ പരിശീലനത്തിന് വേണ്ടി ആംസ്ട്രോങ്ങും ആൽഡ്രിനും കോളിൻസും നിരവധി ഫീൽഡ് ട്രിപ്പുകൾ നടത്തി. അമേരിക്കയുടെ തെക്കു പടിഞ്ഞാറ് ഭാഗങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന അരിസോണ, ടെക്സാസ്, നെവാഡ എന്നീ പ്രദേശങ്ങളിലായിരുന്നു ഫീൽഡ് വർക്ക് അധികവും. കൈകൊണ്ട് പെറുക്കിയെടുത്തും വാരിയെടുത്തും മൺവെട്ടി പോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് വെട്ടിയും മുറിച്ചും മണ്ണും കല്ലും മറ്റും ആവശ്യത്തിന് ശേഖരിക്കാൻ വേണ്ടിയാണ് പരിശീലനം. പലതരം ഭൂപ്രകൃതിയുള്ള പ്രദേശങ്ങളിൽ നിന്ന് അവർ പരിശീലനത്തിന് വേണ്ടി ഇങ്ങനെ സാധനങ്ങൾ ശേഖരിച്ചു. പേടകം തുറന്ന് ചന്ദ്രനിൽ ഇറങ്ങാൻ വേണ്ടിയുള്ള പരിശീലനങ്ങൾ പ്രധാനമായും ആംസ്ട്രോങ്ങിനും ആൽഡ്രിനുമാണ് നൽകുന്നത്. യാത്രയിലെ മൂന്നാമനായ മൈക്കിൾ കോളിൻസിന് ബഹിരാകാശ പേടകത്തെ നിയന്ത്രിക്കാനുള്ള ചുമതലയാണ്. ഒടുവിൽ തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയായി. ചന്ദ്രനിലേക്ക് കുതിക്കാനൊരുങ്ങുന്ന റോക്കറ്റിന്റെ നിർമ്മാണവും പൂർത്തിയായി കഴിഞ്ഞു. അപ്പോളോ 11 ദൗത്യസംഘത്തിന്റെ ബഹിരാകാശത്തേക്കുള്ള യാത്ര സാറ്റേൺ 5 എന്ന റോക്കറ്റിലാണ്. 3 ഘട്ടങ്ങളുള്ള റോക്കറ്റാണ് സാറ്റേൺ 5. 2.8 ദശലക്ഷം കിലോഗ്രാമാണ് റോക്കറ്റിന്റെ ഭാരം. ഉയരം 111 മീറ്ററും. 2 ഭാഗങ്ങളായാണ് റോക്കറ്റിന്റെ ക്രമീകരണം. ഏറ്റവും മുകളിലായി കമാൻഡ് സർവീസ് മൊഡ്യൂൾ, ഏറ്റവും താഴെയായി ലൂണാർ മൊഡ്യൂൾ. മുകൾ ഭാഗത്ത് കമാൻഡ് മൊഡ്യൂളിലാണ് ബഹിരാകാശ സഞ്ചാരികൾ ഇരിക്കുന്നത്. കമാൻഡ് മൊഡ്യൂളിന് ആവശ്യമായ ഇന്ധനം, വൈദ്യുതി എന്നിവ നൽകുന്നത് സർവീസ് മൊഡ്യൂളിൽ നിന്നാണ്. അപ്പോളോ 11ന്റെ കമാൻഡ് സർവീസ് മൊഡ്യൂളിന്റെ പേര് കൊളംബിയ എന്നായിരുന്നു. ഈഗിൾ എന്ന് പേരിട്ടിട്ടുള്ള ലൂണാർ മൊഡ്യൂളാണ് ചന്ദ്രനിൽ ഇറങ്ങുന്ന ഭാഗം. ഇന്ത്യയിലെ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രങ്ങളിലൂടെയുള്ള സഞ്ചാരം പെൻഡ്രൈവിൽ സ്വന്തമാക്കാൻ ഇനി പറയുന്ന നമ്പറിലേക്ക് HP എന്ന് SMS ചെയ്യുക. HP എന്നീ 2 അക്ഷരങ്ങൾ മാത്രം. ഫോൺ 9995 444 222. അനേകം മനുഷ്യർ അനവധി വർഷങ്ങൾ ചെയ്ത കഠിന പരിശ്രമങ്ങളുടെ ഫലമാണ് ഈ ഉപകരണങ്ങളും സാങ്കേതിക വിദ്യയുമെല്ലാം. നാസ ഇതെല്ലാം ഇപ്പോൾ ഒരൊറ്റ ലക്ഷ്യത്തിനു വേണ്ടി ഉപയോഗിക്കുന്നു.
ചന്ദ്രനിലേക്ക് മനുഷ്യനെ എത്തിക്കുക എന്ന ഒരൊറ്റ ഉദ്യമത്തിനു വേണ്ടി. യാത്രയ്ക്ക് വേണ്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. അപ്പോളോ 11 ഭൂമിയിൽ നിന്ന് യാത്ര തിരിക്കുന്ന ദിവസം വന്നെത്തി. 1969 ജൂലൈ 16. സാറ്റേൺ 5 എന്ന റോക്കറ്റ് വിക്ഷേപണത്തിനായി സജ്ജമായി കഴിഞ്ഞു. ഫ്ലോറിഡയിലെ മെരിറ്റ് ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നാണ് റോക്കറ്റിന്റെ വിക്ഷേപണം. കെന്നഡി ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് കുറച്ചകലെയായി അപ്പോളോ 11 വിക്ഷേപണം നേരിട്ട് കാണാനെത്തിയ ബഹിരാകാശ സഞ്ചാരികളുടെ കുടുംബങ്ങളുണ്ട്. ആംസ്ട്രോങ്ങിന്റെ ഭാര്യ ജാനറ്റ്, അവരുടെ കുട്ടികൾ മാർക്കിനും റിക്കിനുമൊപ്പം കെന്നഡി സ്പേസ് സെന്ററിന് കുറച്ചകലെ ബനാന നദിക്കരയിൽ നങ്കൂരമിട്ടിരിക്കുന്ന ഒരു കപ്പലിൽ റോക്കറ്റ് കുതിച്ചുയരുന്ന ദൃശ്യം കാണാനായി കാത്തുനിന്നു. കൃത്യസമയത്ത് ഭൂമിയിൽ നിന്ന് ചന്ദ്രനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ആ റോക്കറ്റ് കുതിച്ചുയർന്നു. പടുകൂറ്റൻ റോക്കറ്റ് മുകളിലേക്ക് കുതിച്ച് മിനിറ്റുകൾക്കുള്ളിൽ താഴെ നിന്നവരുടെ കാഴ്ചയിൽ നിന്ന് മറഞ്ഞു. റോക്കറ്റ് വിക്ഷേപണ സമയത്ത് പേടകത്തിനുള്ളിലുയർന്ന ശബ്ദം പതിവിലുമേറെ അസഹനീയമായിരുന്നു. ഇതുവരെ നടന്നിട്ടുള്ള ബഹിരാകാശ യാത്രകൾക്കൊന്നും വിക്ഷേപണ സമയത്ത് ഇത്രത്തോളം രൂക്ഷമായ ശബ്ദമുണ്ടായിട്ടില്ല. ആ സമയത്ത് ആംസ്ട്രോങ്ങിന്റെ ഹൃദയമിടിപ്പ് 1 മിനിറ്റിൽ 110 തവണയെന്ന നിരക്കിലേക്ക് ഉയർന്നിരുന്നു. ശബ്ദമൽപ്പം പ്രശ്നമായി തോന്നിയതല്ലാതെ മറ്റ് അസ്വസ്ഥതകളൊന്നും ബഹിരാകാശ സഞ്ചാരികൾക്കാർക്കുമുണ്ടായില്ല. ജെമിനി പദ്ധതിയുടെ കാലത്ത് ഉപയോഗിച്ചിട്ടുള്ള ബഹിരാകാശ വാഹനങ്ങളുടേതിനേക്കാൾ വിശാലമാണ് അപ്പോളോ 11 സഞ്ചാരികൾക്കിരിക്കാനായി സജ്ജീകരിച്ചിരിക്കുന്ന ഇടം. സാധാരണയായി മുകളിലേക്കുയർന്ന് സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകാറുള്ള തലകറക്കമോ മറ്റ് അസ്വസ്ഥതകളോ ഒന്നും തന്നെ അവർക്കാർക്കുമുണ്ടായില്ല. ഭൂമിയിൽ നിന്ന് പുറപ്പെട്ട് 11 മിനിറ്റിനുള്ളിൽ ഭൗമോപരിതലത്തിൽ നിന്ന് വളരെ മുകളിലായി ചന്ദ്രനിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപുള്ള ഒരു പാർക്കിംഗ് ഓർബിറ്റിലെത്തും. അപ്പോഴേക്കും റോക്കറ്റിന്റെ ആദ്യ 2 ഘട്ടങ്ങൾ ജ്വലിച്ചു തീർന്നതിനു ശേഷം 3-ാം ഘട്ടം ജ്വലനം ആരംഭിച്ചിരിക്കും. അവിടെ നിന്നാണ് ഭൂമിയുടെ ഭ്രമണപഥം വിട്ട് ചന്ദ്രനിലേക്കുള്ള യാത്രയുടെ 2-ാം ഘട്ടം ആരംഭിക്കുന്നത്. 2 ദിവസത്തിലധികം നീണ്ടുനിന്ന യാത്രയ്ക്കൊടുവിൽ അപ്പോളോ 11 ചന്ദ്രന്റെ അരികിലെത്തി. ഇതിനകം കമാൻഡ് മൊഡ്യൂളിൽ നിന്ന് ആംസ്ട്രോങ്ങും ആൽഡ്രിനും ലൂണാർ മൊഡ്യൂളിലേക്ക് മാറിയിരുന്നു. മൈക്കിൾ കോളിൻസ് കമാൻഡ് മൊഡ്യൂൾ പൈലറ്റാണ്. അദ്ദേഹം അതിനെ നിയന്ത്രിക്കുന്നു. കമാൻഡ് മൊഡ്യൂൾ ഇപ്പോൾ പൂർണ്ണമായും ചന്ദ്രനെ വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ഘട്ടമെന്ന നിലയിൽ ആംസ്ട്രോങ് കമാൻഡ് മൊഡ്യൂളിൽ നിന്ന് ലൂണാർ മൊഡ്യൂളിനെ വേർപെടുത്തി. കമാൻഡ് മൊഡ്യൂൾ ചന്ദ്രനെ വലം വയ്ക്കുന്നത് തുടർന്നു. അതേസമയം ലൂണാർ മൊഡ്യൂൾ ചന്ദ്രന്റെ ഉപരിതലത്തിലേക്ക് ഇറങ്ങാൻ പറ്റിയ ഒരിടം അന്വേഷിക്കുകയാണ്. പേടകം ചന്ദ്രനെ ചുറ്റിത്തിരിയുമ്പോൾ ആംസ്ട്രോങ് അതിലെ ഗർത്തങ്ങളും കുന്നുകളും മറ്റും ശ്രദ്ധിച്ചു. ചന്ദ്രനിൽ അവരിറങ്ങാൻ ഉദ്ദേശിച്ച സ്ഥലത്തു നിന്നും ഏറെ ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞോ എന്നാണ് ആംസ്ട്രോങ്ങിന് സംശയം. ചന്ദ്രന്റെ ഉപരിതലത്തിലേക്ക് ഈഗിൾ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ധാരാളം മുന്നറിയിപ്പ് അലാമുകൾ മുഴങ്ങുന്നു. തെറ്റെന്തോ സംഭവിച്ചു എന്നതിന്റെ സൂചനകളാണ്. ആംസ്ട്രോങ്ങിനും ആൽഡ്രിനും ഒന്നും മനസ്സിലാക്കാനും സാധിക്കുന്നില്ല. ഏറെക്കാലം നീണ്ടുനിന്ന കഠിന പരിശീലനങ്ങൾക്കൊടുവിലും ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ മറന്നുപോകുന്നത് അവരെ കുറച്ചമ്പരപ്പിച്ചു. 1202 എന്ന എറർ കോഡ് നിരന്തരം കാണിക്കുന്നതിനെപ്പറ്റി ആംസ്ട്രോങ് താഴെ ബഹിരാകാശ നിലയത്തിലുള്ള സഹായികളോട് പരാതിപ്പെട്ടു. അവിടെ ക്യാപ്സൂൾ കമ്മ്യൂണിക്കേറ്ററായി അവരെ സഹായിക്കാൻ നിയുക്തനായിട്ടുള്ള ചാൾസ് ഡ്യൂക്ക് ഈ അലാമിനെക്കുറിച്ചൊന്നും ഒരാശങ്കയും വേണ്ടെന്ന് അവർക്ക് മറുപടി നൽകി.
ലൂണാർ മൊഡ്യൂൾ ലാൻഡ് ചെയ്യാൻ സ്വന്തം നിലയിൽ ഒരു സ്ഥലം തിരഞ്ഞെടുത്തു. പക്ഷേ ആ സ്ഥലം അത്ര സുരക്ഷിതമല്ലെന്നാണ് ആംസ്ട്രോങ്ങിന് തോന്നിയത്. അതോടെ യന്ത്രനിയന്ത്രണത്തിലായിരുന്ന ലൂണാർ മൊഡ്യൂളിന്റെ നിയന്ത്രണം ആംസ്ട്രോങ് ഏറ്റെടുത്തു. അതിനുശേഷം അദ്ദേഹം സുരക്ഷിതമായ ഒരു ലാൻഡിംഗ് ഏരിയ തെരഞ്ഞെടുത്തു. ലൂണാർ മൊഡ്യൂളിന് ലാൻഡ് ചെയ്യാനും അവർക്ക് സുരക്ഷിതമായി പുറത്തിറങ്ങാനും പറ്റിയ ഒരു സ്ഥലം കണ്ടെത്താൻ വിചാരിച്ചതിലും ഏറെ സമയം വേണ്ടിവന്നു. മിഷൻ കൺട്രോൾ റൂമിൽ ഇതൊരാശങ്കയ്ക്ക് കാരണമായി. ലൂണാർ മൊഡ്യൂളിൽ കരുതിയിട്ടുള്ള ഇന്ധനം തീർന്നുപോകുമോ എന്നാണ് പേടി. ഒടുവിൽ ലൂണാർ മൊഡ്യൂൾ ലാൻഡ് ചെയ്ത സന്ദർഭത്തിൽ അതിൽ ഇനി 40 സെക്കൻഡുകൾ കൂടി പറക്കാനുള്ള ഇന്ധനം അവശേഷിക്കുന്നുണ്ടാവുമെന്നാണ് ആംസ്ട്രോങ്ങും ആൽഡ്രിനും കണക്കുകൂട്ടിയത്. പക്ഷേ ആ കാര്യത്തിൽ ആംസ്ട്രോങ്ങിന് ഒരു പേടിയും ഉണ്ടായിരുന്നില്ല. കാരണം ഭൂമിയിലെ പരിശീലന പറക്കലിന്റെ സന്ദർഭങ്ങളിൽ പലപ്പോഴും ആംസ്ട്രോങ് പരിശീലന വാഹനത്തിൽ 15 സെക്കൻഡ് നേരത്തേക്കുള്ള ഇന്ധനം മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ലാൻഡ് ചെയ്തിരുന്നത്. മാത്രമല്ല 15 അടി മുകളിൽ നിന്നും ലൂണാർ മൊഡ്യൂൾ താഴേക്ക് പതിച്ചാലും അതിന് അപകടമൊന്നും പറ്റില്ലെന്ന ഉറപ്പും ആംസ്ട്രോങ്ങിനുണ്ട്. അങ്ങനെ ആ മുഹൂർത്തമെത്തി. 1969 ജൂലൈ 20 യൂണിവേഴ്സൽ ടൈം അനുസരിച്ച് 17:44 ലൂണാർ മൊഡ്യൂളിന്റെ 4 കാലുകളിൽ 3 ചന്ദ്രനിൽ ഊന്നി നിന്നു. കോണ്ടാക്ട് ലൈറ്റ്, ആൽഡ്രിന്റെ ശബ്ദം. ലൂണാർ മൊഡ്യൂളിന്റെ പാനൽ വിളക്ക് തെളിഞ്ഞു. ലൂണാർ പേടകത്തിന്റെ പ്രവർത്തനം നിർത്തിക്കൊണ്ട് ആംസ്ട്രോങ് ഷട്ട് ഡൗൺ എന്ന് പറഞ്ഞു. ലൂണാർ മൊഡ്യൂൾ ചന്ദ്രന്റെ പ്രതലത്തിൽ നേരെ നിന്നു. ലൂണാർ മൊഡ്യൂൾ ചന്ദ്രനിൽ ഇറങ്ങുമ്പോൾ ഉറപ്പുവരുത്തേണ്ട ഏതാനും കാര്യങ്ങളുടെ ചെക്ക് ലിസ്റ്റ് ആംസ്ട്രോങ്ങും ആൽഡ്രിനും പരിശോധിച്ചു. തുടർന്ന് ഒരു 10 സെക്കൻഡ് നേരത്തെ നിശബ്ദത. പിന്നാലെ ഹൂസ്റ്റണിലെ ബഹിരാകാശ നിലയത്തിൽ നിന്ന് ചാൾസ് ഡ്യൂക്കിന്റെ ശബ്ദം അവർക്ക് കേൾക്കാൻ സാധിച്ചു. "വി കോപ്പി യു ഡൗൺ ഈഗിൾ, ഈഗിൾ." ഞങ്ങൾക്ക് നിങ്ങളെ കേൾക്കാം. ചന്ദ്രന്റെ പ്രതലത്തിൽ ഉറച്ചു നിൽക്കുന്ന ആ ലൂണാർ മൊഡ്യൂളിന് നാസ നൽകിയിരിക്കുന്ന പേര് ഈഗിൾ എന്നാണ്. ഈഗിളിൽ നിന്ന് ആംസ്ട്രോങ് നാസയുടെ ലൂണാർ മൊഡ്യൂൾ ചന്ദ്രനിൽ ഇറങ്ങിയ വാർത്ത അവരെ അറിയിച്ചു. "ഹൂസ്റ്റൺ, ട്രാങ്ക്വിലിറ്റി ബേസ് ഹിയർ. ദ ഈഗിൾ ഹാസ് ലാൻഡഡ്." അതായിരുന്നു ആ വാക്കുകൾ. ലൂണാർ മൊഡ്യൂൾ ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിന് അവർ നൽകിയ പേരാണ് ട്രാങ്ക്വിലിറ്റി ബേസ് എന്ന്. തുടർന്ന് പേടകത്തിനുള്ളിലിരിക്കുന്ന ആംസ്ട്രോങ്ങും ആൽഡ്രിനും പരസ്പരം കൈകൊടുത്തും തോളിൽ തട്ടിയും ആ മഹത്തായ നിമിഷത്തിന്റെ വിജയം ചെറുതായൊന്നാഘോഷിച്ചു.